ജനവികാരത്തെയും ക്രമസമാധാനത്തെയും തകർക്കുന്നതാകരുത് സിനിമ ഹൈക്കോടതി പറഞ്ഞാണ്. അതായത് കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ, അതിൻ്റെ ടീസറൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല ചില ഹൈന്ദവ സംഘടനകൾ അവരുടെ ഹൈപ്പിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ഇന്ന് വി ഡി സതീശൻ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ഉം ഒരുപോലെ കേരള സ്റ്റോറി 2 എതിർക്കുകയാണ്. കാരണം എന്തായിരിക്കും? അത് ഇടതുപക്ഷവും അതേപോലെ UDF-ഉം കേരള സ്റ്റോറി 1 ഇറങ്ങിയപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. കേരളത്തെ അപമാനിക്കുകയാണ്, കേരളത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, ദ റിയൽ കേരള സ്റ്റോറി ഇതല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾ അനുഭവിച്ച ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അവർ തമസ്കരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതില്ലാത്തവണ ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ളൊരു കേസ് വന്നു. അത് കേസ് വരുമ്പോൾ നമ്മൾ ഈ ഇരട്ടത്താപ്പൊക്കെ നോക്കണം. എമ്പുരാൻ എന്ന് വരുന്ന സമയത്ത് എമ്പുരാനെതിരെ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവന്നപ്പോൾ അത് തെറ്റാണ്. രണ്ട് സൈഡും ഈ പറഞ്ഞ കലാപം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചവരാണ്. അവർ തന്നെയാണ് ഇപ്പോൾ കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കേരള സ്റ്റോറി കേരളത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. കേരളത്തിൽ നടന്ന സംഭവം കേരളത്തിന് പുറത്തേക്ക് എങ്ങനെ വ്യാപിക്കുന്നു, അത് എവിടെയൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലും എന്തൊക്കെ നടന്നു എന്നതാണ് സിനിമയുടെ പ്രമേയം എന്നാണ് ഈ കഴിഞ്ഞ ദിവസം നിർമ്മാതാവും സംവിധായകനും ഒക്കെ ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ വ്യക്തമാക്കിയത്. ഇത് കേരളത്തിൽ നടന്ന സംഭവങ്ങളല്ല, കേരളത്തിന് പുറത്തേക്ക് നടന്ന സംഭവങ്ങളാണ്. കേരള സ്റ്റോറി കേരളത്തിന് പുറത്തേക്ക് നടന്ന സംഭവങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് കേരളത്തെ അപമാനിക്കുന്നതാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തവരാണ്. വസ്തുത എന്താണ്? കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ അത് കേരളത്തെ അപമാനിക്കാനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കേരളത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിട്ടുള്ളത് കേരള സ്റ്റോറി സിനിമയൊന്നുമല്ല. കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. സുപ്രീം കോടതി ചോദിക്കുന്നില്ല ഇനി അവിടെ വല്ലതും ശേഷിപ്പുണ്ടോ? ഇതിലും വലിയ അത് ചെയ്തതാരാ? ഈ രണ്ട് മുന്നണികളും ചേർന്നിട്ടാണ് ശബരിമലയെ അടക്കമുള്ള ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചത്. സ്വർണം കട്ടത് ഉൾപ്പെടെ ഇടതുപക്ഷത്തിനും അതേപോലെ UDF-നും ഒരേപോലെ ഉത്തരവാദിത്വമില്ലേ? അതാണ് യഥാർത്ഥത്തിൽ കേരളത്തെ അപമാനിച്ച സംഭവം. കേരളത്തെ അപമാനിച്ച സംഭവം ഈ പറയുന്ന ലവ് ജിഹാദ് വിഷയം മാത്രമല്ല. കേരളത്തെ അപമാനിച്ചത് യഥാർത്ഥത്തിൽ അവലും മലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചില്ലേ? അതാണ് കേരളത്തെ അപമാനിച്ചത്. കേരളത്തെ അപമാനിച്ചത് കേരള സ്റ്റോറി എന്നുള്ള സിനിമയല്ല, മറിച്ച് 8 പാവപ്പെട്ട ഹിന്ദുക്കളെ മാറാട് കടപ്പുറത്ത് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവമില്ലേ? അതാണ് കേരളത്തെ അപമാനിച്ചത്. അതാണ് കേരളത്തെ അപമാനിച്ചത്. IS-ലേക്ക് റിക്രൂട്ട് ചെയ്തില്ലേ 100-ലേറെ പേരെ? അതാണ് കേരളത്തെ അപമാനിച്ചത്. IS-ലേക്ക് റിക്രൂട്ട് ചെയ്തില്ലേ കേരളത്തിലെ പെൺകുട്ടികളെ മതം മാറ്റിയിട്ട് നിമിഷ ഫാത്തിമയും അതേപോലെ മെറിൻ ജേക്കബിനെയും അതേപോലെ സോണിയ സബാസ്റ്റിനെയും ഒക്കെ? അതാണ് കേരളത്തിൽ അപമാനകരമായിട്ടുള്ളത്. അതിനെ തള്ളി പറയണം, അതാണ് തെറ്റ് എന്ന് പറയണം. അല്ലാണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കുന്ന കേരള സ്റ്റോറി അല്ല കേരളത്തെ അപമാനിക്കുന്നത്. കേരള സ്റ്റോറി കേരളത്തിൽ നടന്ന സംഭവങ്ങളുടെ റിയൽ സ്റ്റോറിയാണ്. കേരളത്തിൽ നടന്നതല്ല എന്ന് പറയാൻ സാധിക്കുമോ? നിർബന്ധിതമായിട്ടുള്ള മതം മാറ്റം. കോതമംഗലത്തെ സോണ എൽദോസ്, ആ സോണ എൽദോസിന്റെ ആത്മഹത്യാക്കുറിപ്പ് പരസ്യമായി വായിക്കാൻ ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ? സോണ എൽദോസിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഇനിയിപ്പോ ഒന്ന് വായിക്കാമോ? എന്താണ് സോണ എൽദോസ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത്? എന്നെ ബലം പ്രയോഗിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ്. എന്നെ കിട്ടിയിട്ടും മർദ്ദിച്ചു എന്നാണ്. എന്ത് ഇത് പറയാൻ തയ്യാറുണ്ടോ? ആരാണത് ചെയ്തത്? സോണ എൽദോസ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയതല്ലേ? കേരള പോലീസ് എന്താ ചെയ്തേ? ആ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് ആരൊക്കെയാണ് തന്നെ ആക്രമിച്ചത്, തന്നെ പ്രേരിപ്പിച്ചത്, തന്നെ നിർബന്ധിച്ചത് എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ഈ നിർബന്ധിത മതം മാറ്റത്തിന് കേസെടുത്തിട്ടുണ്ടോ കോടതി? ലവ് ജിഹാദ് അല്ല ഇതിന്റെ പിന്നിൽ, നിർബന്ധിത മതം മാറ്റ ശ്രമം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറ്റപത്രം കൊടുത്തത് കോടതിയിൽ. നോക്കൂ, പെൺകുട്ടി അവളുടെ ആത്മഹത്യാക്കുറിപ്പിൽ മരണമൊഴി എന്ന പോലെ എഴുതി വെച്ച കാര്യം ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം കൊടുത്ത പോലീസാണിത്, കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ്. അപ്പൊ കേരളത്തിന് അപമാനകരമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഇത്തരം മതം മാറ്റങ്ങളാണ്, ഇത്തരം ലവ് ജിഹാദാണ്, പ്രണയക്കിണിയാണ്. ഇത് 100 കണക്കിന് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ സംഭവങ്ങളാണ് കേരളത്തിൽ നാണക്കേട്.
അല്ലാതെ അത് പറയുന്നതല്ല, അത് ചൂണ്ടിക്കാണിക്കുന്നതല്ല. ഷൂട്ട് ദ മെസഞ്ചർ എന്ന് പറയും സാധാരണ. ചൂണ്ടിക്കാണിക്കുന്നതിന് വെടിവെക്കുക, അതെന്തൊരു ഏർപ്പാടാണിത്? അപ്പൊ യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങൾ നടക്കുന്നു കേരളത്തിൽ. ഇതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അല്ലാതെ കോടതിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെയൊക്കെ മുഴിപ്പിച്ച് പത്രങ്ങൾ വാർത്ത പറഞ്ഞിട്ടുണ്ട്. എന്താ കോടതി പറഞ്ഞേ? കോടതി പറഞ്ഞത് അത്തരം പെറ്റീഷണേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. ഞാൻ ഇന്നിപ്പോ കോടതി ആ സിനിമ കാണുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആണല്ലോ. ഈ കേരള സ്റ്റോറി 1 ഈ പറയുന്ന പോലെ കേരളത്തിലെ സംഭവങ്ങളൊക്കെ വരുന്നു, കേരളത്തിലെ ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് വലിയ സ്വീകാര്യത കിട്ടി. പക്ഷേ കേരള സ്റ്റോറി 2 വരുമ്പോഴുള്ള പ്രശ്നം, കേരളത്തിൽ നടന്ന ഒരു സംഭവമില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന ചില സംഭവങ്ങളെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നു. അതായത് ബീഫ് നിർബന്ധിതമായി കഴിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആ സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്നൊരു പേരിടുന്നത്? ഇതാണ് മറ്റൊരു ആരോപണം. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? കേരള സ്റ്റോറി 1 കേരളത്തിൽ നടന്ന സംഭവങ്ങളുടെ പ്രശ്നമാണ്. കേരള സ്റ്റോറി 2 കേരളത്തിൽ നടന്ന സംഭവങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഈ പേരിൽ പിടിച്ചെന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ഗ്രേറ്റ് ഇന്ത്യൻ അവർ ഈ ഗോസ് ബിയോണ്ട് എന്ന് പറയുന്നില്ല, കേരള സ്റ്റോറി 2 എന്നതിൽ നിർത്തുകയാണ്. ഗോസ് ബിയോണ്ട് എന്നും കൂടി ഉണ്ടല്ലോ പേര്. ഇനി ഈ പേരിനെ കുറിച്ചാണ് ചർച്ച എന്നുണ്ടെങ്കിൽ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്തായിരുന്നു സിനിമ? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മാലയിട്ട ഒരു വീട്ടിലെ അച്ഛനും മകനും ആ ശബരിമലയ്ക്ക് മാലയിട്ട് വ്രതം നോക്കുന്ന അവരെ സംബന്ധിച്ചുള്ളൊരു സിനിമയാണ്. കേരളത്തിൽ നടന്നൊരു സിനിമയാണല്ലോ, കേരളത്തിന്റെ പശ്ചാത്തലമാണല്ലോ. ആ കേരളത്തിൽ നടന്ന സിനിമയ്ക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്താ പേരിട്ടത്? മുഴുവൻ ഇന്ത്യയിലും അടുക്കളയിൽ ഇങ്ങനെയാണോ നടക്കുന്നത്? അത് ഇന്ത്യ മുഴുവൻ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞാലോ? അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതൊക്കെ സെലക്റ്റീവ് ആണെന്നേ, അവർക്ക് ഇഷ്ടമുള്ളത്. ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ എന്താ ചെയ്ത? മാലയിട്ട വീടുകളിൽ മുഴുവൻ സ്ത്രീകളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അല്ല. പക്ഷേ ഇവർ ആ സിനിമയിലൂടെ കാണിച്ചത് എന്തായിരുന്നു? കോടാനുകൂടി അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലല്ല സിനിമ എടുത്തത്. എന്നിട്ട് അതിന് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പേരിട്ടല്ലോ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഇന്ത്യയിലെ മുഴുവൻ അടുക്കളയിലും ഇങ്ങനെയാണോ നടക്കുന്നത്? അപ്പൊ ഇതൊക്കെ സെലക്റ്റീവ് ആണെന്നേ. ഇതെല്ലാം ആസൂത്രിതമായിട്ട് ഈ ലവ് ജിഹാദിനെ മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളാണ്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നതിന് മുൻപായിട്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മതം മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിലെ ഹൈക്കോടതിയാണ്. KT ശങ്കറിന്റെ കോടതിയിൽ വന്ന ബെയിൽ ആപ്ലിക്കേഷനിൽ, സിറാജുദ്ദീന്റെയും ഷഹൻഷായുടെയും ബെയിൽ ആപ്ലിക്കേഷനിൽ KT ശങ്കറിന്റെ മുമ്പാകെ കേരളത്തിലെ പോലീസ് കൊടുത്ത റിപ്പോർട്ടുണ്ട്, കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗം കൊടുത്ത റിപ്പോർട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. നിങ്ങൾ അതൊന്ന് കാണണം, വായിക്കണം. 18 റിപ്പോർട്ട് കൊടുത്തു. The last out of the 18 reports contains the following details. There is no information that any organization under the name and style Love Jihad or Romeo Jihad is functioning in Kerala. Love Jihad എന്നുള്ള പേരിലോ റോമിയോ ജിഹാദ് എന്നുള്ള പേരിലോ ഒരു സംഘടനയും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആരും ആരോപിച്ചിട്ടില്ല. However, the students wing of NDF and PFI, known as Campus Front, is known to be promoting religious conversions in educational institutions and professional colleges. ഈ PFIയുടെ അവരുടെ ക്യാമ്പസ് ഫ്രണ്ടും അതേപോലെ സ്റ്റുഡൻസ് വിങ് NDFന്റെ PFIയുടെയും ക്യാമ്പസ് ഫ്രണ്ട് അവര് മതം മാറ്റ ശ്രമങ്ങൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു. ദിസ് റിപ്പോർട്ട് ആൾസോ മെൻഷൻസ് അബൌട്ട് ദി ഇൻവോൾവ്മെന്റ് ഓഫ് മുസ്ലിം യൂത്ത് ഫോറം, ഷഹീൻ ഫോഴ്സ് എക്സെട്ര ഇൻ ദീസ് ആക്ടിവിറ്റീസ്. ഏതൊക്കെ സംഘടനകൾ ഈ മതമാറ്റ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് കോടതി പറയുകയാണ്. Certain organizations in Saudi Arabia are providing financial assistance in these activities under the head scholarship to the youth. സൗദി അറേബ്യയിലെ ചില സംഘടനകൾ ഇവർക്ക് ഫിനാൻസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് കോടതിയാണ്. ഇനി ഞാൻ പറയാം, accurate number of religious conferences are not available as per one statistics. കോടതിയിൽ കിട്ടിയ ഒരു കണക്കനുസരിച്ച് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 4 years, ആ കേസ് പരിഗണിച്ച് 2009 2009 വരെയുള്ള 4 വർഷക്കാലം എ ടോട്ടൽ നമ്പർ ഓഫ് അബൌട്ട് 3,000 to 4,000 റിലീജിയസ് കൺവെൻഷൻസ് ആഫ്റ്റർ ദ അഫയേഴ്സ് ഹാവ് ടേക്കൺ പ്ലേസ്. ഏത് സ്നേഹം നടിച്ച്, അതാണ് ആഫ്റ്റർ ദി അഫയേഴ്സ്. സ്നേഹത്തിന്റെ പേരിൽ 3000 മുതൽ 4000 വരെയുള്ള മതം മാറ്റങ്ങൾ നടന്നു എന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു. ഇതാര് പറഞ്ഞതാ? കേരള ഹൈക്കോടതി പറഞ്ഞതാ. അനദർ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് 2,800 girls were thus converted into another religion. 2,800 പെൺകുട്ടികൾ മതം മാറ്റപ്പെട്ടു.
In Kasaragod, Kannur, Kozhikode and the Malappuram districts, 1,600 incidents of such conventions have taken place. കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും 1600 കുട്ടികൾ വിദ്യാർത്ഥികൾ മതം മാറ്റപ്പെട്ടു. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്നത് കോടതിയാണെന്ന്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല, ചർച്ച ചെയ്യുന്നില്ല. ഈ റിപ്പോർട്ടിനെ കുറിച്ച് പരസ്യമായി സംവാദത്തിന് ആരെങ്കിലും തയ്യാറുണ്ടോ? അതിന് തയ്യാറില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ നാട്ടിലെ ഇടതുപക്ഷ പുരോഗമന മതേതര ജനാധിപത്യ ഡമാൽ ഗുണ്ടന്മാരെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംവാദത്തിന്, 1-to-1 ടോക്കിന്. അല്ലാതെ ചാനലിലെ മുറിയിൽ ഇരുന്നിട്ട് 5 പേര് അപ്പുറത്തിരുത്തിട്ട് ഒരാൾ ഇപ്പുറത്തിരുത്തിട്ട് ആങ്കറും കൂടി ചേർന്ന് കളിക്കുന്ന ചർച്ചയ്ക്കല്ല. 1-to-1 ടോക്ക്. ഇതേപോലെ ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ടോ? ലവ് ജിഹാദിനെ കുറിച്ച്? അപ്പൊ ഇതെല്ലാം വസ്തുതകളാണ്. ഈ വസ്തുതകളെ മറച്ചു വെക്കാൻ സാധ്യമല്ല. ഇവർ പറയുന്നത് എന്താ? പാർലമെന്റിൽ പറഞ്ഞു ലവ് ജിഹാദില്ലെന്ന് പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു ലവ് ജിഹാദില്ലെന്ന്. ഇത് വളരെ കൃത്യമായിട്ട് പാർലമെന്റിൽ കിഷൻ റെഡ്ഡി ബെന്നി ബെഹനാന്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ലവ് ജിഹാദ് എന്നത് ലീഗൽ ടൈമില്ല, ലീഗൽ ടൈമിൽ ഡിഫൈൻ ചെയ്യാത്തൊരു പദമാണ്. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നത്. എന്നാൽ പ്രണയം നടിച്ചുള്ള മതം മാറ്റങ്ങൾ അത് ഒരുപാടുണ്ട്. ഇവര് ഈ സംവിധായകനും നിർമ്മാതാവും ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ പിറ്റേ ദിവസം പത്രങ്ങളിൽ മുഴുവൻ വന്നു, കേരളത്തിൽ നിന്നുള്ള കുട്ടികളില്ല, സംവിധായകരും നിർമ്മാതാവും മറുപടിയില്ലാതെ ഓടിപ്പോയി എന്നൊക്കെ. എത്ര ബാലിശമാണ്! കൃത്യമായിട്ട് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞു, കേരള സ്റ്റോറി 1 അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് 26 പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. 26 പെൺകുട്ടികൾ. ഇത് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് ആണ്. കേരളത്തിന് പുറത്തുള്ള സംഭവങ്ങളെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് കുട്ടികൾ വേണ്ട. കേരളത്തിൽ നിന്ന് കുട്ടികൾ ഓൾറെഡി വന്നതാണ് ഒരിക്കൽ, പിന്നെ രണ്ടാമതും വരേണ്ട കാര്യമില്ല. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമാണ്. പിന്നെ എന്താ പറഞ്ഞ്, ഇത് കോടതി ഇങ്ങനെ പറഞ്ഞു, പാർലമെന്റ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാർലമെന്റും കോടതിയും എങ്ങനെയാണ് ലവ് ജിഹാദിനെ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച്. ഇതെല്ലാം വളരെ വ്യക്തമാണ്. ലവ് ജിഹാദ് എന്നതിന്റെ പേരിൽ നടക്കുന്ന, പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന മതം മാറ്റങ്ങൾ അത് കേരളത്തിൽ സജീവമാണ്, ഇന്ത്യയിൽ സജീവമാണ്, വ്യാപകമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ആരാണ് കേരളത്തിൽ ഇത്തരം മതം മാറ്റങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ ഭരണാധികാരി? അച്യുതാനന്ദനാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള മതം മാറ്റങ്ങൾ നടത്തുന്നത്? 2010 പറഞ്ഞില്ലേ ഇത്തരത്തിൽ മതം മാറ്റി കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. കേരള ഹൈക്കോടതിയിൽ ഇതേപോലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തതാരാ? കേരള പോലീസ് അല്ലേ? കേരളത്തിന്റെ പോലീസ് ചീഫ് PP സെൻകുമാർ പറഞ്ഞില്ലേ ലവ് ജിഹാദ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന്? ശേഷം ലോക്നാഥ് ബെഹ്റ പറഞ്ഞില്ലേ ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന്? CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോർജ് തോമസ് പറഞ്ഞില്ലേ ലവ് ജിഹാദ് ഉണ്ട് എന്ന്? പറഞ്ഞില്ലേ? പിന്നെ ആരാണ് ഇനി പറയാനുള്ളത്? അപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു ടേം ഇല്ല എന്നുള്ളതിന്റെ ചൂട് പിടിച്ചിട്ട് പറയുന്നത് സംസ്ഥാന സർക്കാരോ കോടതിയോ ഒന്നും തന്നെ, അല്ലെ പാർലമെന്റോ പോലും ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ചില ഹൈന്ദവ സംഘടനകൾ ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. കലാപ സമാന സാഹചര്യം അത് വളരെ പ്രാധാന്യമുള്ളതല്ലേ? കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതൊക്കെ അവരുടെ വെറും ആരോപണമാണ്, വിലപ്പോവാത്ത ആരോപണമാണ്. വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വസ്തുതകളിൽ യഥാർത്ഥത്തിൽ ഇതിൽ മുഴുവൻ മുസ്ലിം സമുദായവും ഈ ലവ് ജിഹാദ് നടത്തുകയാണ് എന്നൊന്നും ആരും ആരോപിച്ചിട്ടില്ലല്ലോ. കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? PFI, NDF, ക്യാമ്പസ് ഫ്രണ്ട്സ്, വിമൻസ് ഫ്രണ്ട്സ്, ഷഹീൻ ഫോഴ്സ്, മുസ്ലിം യൂത്ത് ഫോറം തുടങ്ങിയിട്ടുള്ള മുസ്ലിം സംഘടനകൾ, ചില മുസ്ലിം സംഘടനകൾ ഇതിന് ശ്രമിക്കുന്നു. ഇപ്പോ ഈ ഷഹൻഷാ കേസ് പരിശോധിക്കുമ്പോൾ പോപ്പുലർ ഫണ്ടിന്റെ ആക്റ്റീവ് റോൾ അതിൽ കാണാം. ഷഹൻഷാ കേസിൽ, അഖില ഹാദിയ കേസ് പരിശോധിക്കൂ, പോപ്പുലർ ഫണ്ട് പോലുള്ള സംഘടനയുടെ ആക്റ്റീവ് റോൾ അതിനകത്ത് കാണാം. ഓരോ ലവ് ജിഹാദ് കേസുകളും പരിശോധിക്കുമ്പോൾ ഇത്തരം തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകൾ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മതം മാറ്റ ശ്രമങ്ങൾ നടത്തുന്നത്, അത്തരത്തിൽ ഈ പ്രണയക്കെണിയിൽ പെടുത്തി കുട്ടികളെ വഞ്ചിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്. നിമിഷ ഫാത്തിമയുടെ കേസിലും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണാം. അപ്പൊ ഈ അത്തരം മുസ്ലിം സംഘടനകളെ തള്ളിപ്പറയല്ലേ വേണ്ടത്. ഇത് ഞങ്ങൾ ഈ പറയുന്നത് ഇവരൊന്നും മുസ്ലിങ്ങളുടെ ഭാഗമല്ല. അതിനു പകരം മുസ്ലിങ്ങൾക്കെതിരെ ഒരു ഇസ്ലാമോ ഫോബിയ പടർത്തുന്ന തരത്തിലുള്ള, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന പ്രചരണം നടത്തിക്കൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള ശ്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണോ ഈ പരാതി?
ഈ പരാതി ക്രൈസ്തവ സമൂഹത്തിനില്ലേ? ക്രിസ്ത്യൻ സഭകൾ ഇതേ പരാതി ഉന്നയിക്കുകയല്ലേ? അപ്പൊ ക്രിസ്ത്യാനികളെ മതം മാറ്റുന്നു എന്ന് അവർ പറയുന്നു, ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്ന് അവർ പറയുന്നു. അപ്പൊ ഇത് രണ്ടും തെറ്റാണ് എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറഞ്ഞാൽ അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് തൽക്കാലം വിശ്വസിക്കാൻ കേരളത്തിന് മനസ്സില്ലെന്നേ. കേരളം അത് തയ്യാറല്ല. കേരളത്തിൽ നിങ്ങൾ ഇനി എത്ര തവണ മുറവിളിയിട്ട് പറഞ്ഞാലും ഇത് കേരളമാണ്, കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഇതല്ല, വേറെയാണ്. ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഏതെങ്കിലും മൗലവി ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു ഹിന്ദു ഭക്തന് അഭയം കൊടുക്കുന്നതോ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെയുള്ള ഈ കാപട്യമുണ്ടല്ലോ, ആ കാപട്യം ഒന്നും ഇനി ചെലവാകാൻ പോകുന്നില്ല. ശുദ്ധ കാപട്യമാണ്. അതൊന്നുമല്ല കേരളം. കേരളത്തിന്റെ റിയൽ മുഖം അതല്ല. കേരളത്തിന്റെ റിയൽ മുഖം വർഗീയതയിൽ മുങ്ങിത്താണ ഒരു കേരളമാണിപ്പോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമുദായികമായ വർഗീയ ചേരിതിരിവുണ്ടായിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതിന് ഉത്തരവാദി കേരളത്തിലെ ഇടതുപക്ഷവും UDF-ഉമാണ്. ഇസ്ലാമിക ഭീകരവാദത്തിനെ എല്ലാ നിലയ്ക്കും പോറ്റി വളർത്തി ഇസ്ലാം ഭീകരതയ്ക്ക് അടിപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷത്തിനും കേരളത്തിലെ UDF-നുമാണ്. അവരുത്തരം പറയേണ്ട കേസാണത്. അപ്പോൾ ഇത് തുറന്നു കാട്ടപ്പെടുമ്പോഴുള്ള അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറിക്ക് എതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ മുഴുവൻ കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കോടതി സിനിമ കാണട്ടെ, അതിനുശേഷമുള്ള തീരുമാനം വരട്ടെ, എന്നിട്ട് നമുക്ക് തുടർ ചർച്ച നടത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.